അജ്ഞതയുടെ തിമിരം കൊണ്ട് അന്ധരാകുന്നവരെ അറിവിന്റെ അഞ്ജനത്താൽ കണ്ണു തുറപ്പിക്കുന്നവനാണ് ഗുരു. നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ മുഴുവൻ നീക്കാൻ പര്യാപ്തനാണ് ഗുരു എന്ന് സാരം. ഗുരുവിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മുഴുവൻ അനുഭവജ്ഞാനവും സമസ്ത കഴിവുകളും പാണ്ഡിത്യവും എല്ലാം ശിഷ്യരിലേക്കുക എന്നതാണല്ലോ നാട്ടുനടപ്പ്. ഇതിപ്പോൾ ഇവിടെ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ജയിലിലെ അന്തേവാസികൾക്കുള്ള തൊഴിൽ പരിശീലന പരിപാടിയുടെ സർട്ടിഫിക്കറ്റ് വിതരണ വേദിയിലാണ് സംഭവം. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് നമ്മുടെ ADGP R ശ്രീലേഖ മാഡമാണ്. സംസ്ഥാനത്തെ ആദ്യ വനിതാ ജയിൽ മേധാവിയായി ചുമതലയേറ്റതുകൊണ്ടാണോ എന്തോ അന്തേവാസികളുടെ മനസ്സിനെ ആത്മീയമായി പരിവർത്തനപ്പെടുത്തുന്നതായി പോയി ശ്രീലേഖ മാഡത്തിന്റെ പ്രസംഗം. ഒരുതരം സൈക്കോളജിക്കൽ മൂവേ. മനസ്സ് സ്ഥൂല ശരീരത്തിനുള്ളിലെ സൂക്ഷ്മ ശരീരമാണ്. ഈ മനസ്സാണ് മനുഷ്യന് സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത്. നമ്മുടെ ബന്ധുവും ശത്രുവും മനസ്സ് തന്നെയാണ്. മന ഏക മനുഷ്യാണാം കാരണം എന്നാണല്ലോ. ഇത് തന്നെയാണ് ശ്രീലേഖ മാഡവും പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെയാണ് ഞാൻ സഹോദരന്മാരെന്ന് വിളിച്ചത്. അന്തേവാസികളായ സഹോദരന്മാരെ, നിങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ കുറ്റം ചെയ്തിട്ട് കുറച്ച് സമയത്തേക്ക് ശിക്ഷ അനുഭവിക്കാനോ അല്ലെങ്കിൽ വിചാരണ തീരുന്നത് വരെ കുറച്ച് സമയം ജയിലിൽ കഴിയാനോ ഒക്കെ ഇരിക്കുന്നവരായിട്ടുള്ള അങ്ങനെ വിധിക്കപ്പെട്ട ആൾക്കാരാണ്. ചെറിയ കുറ്റം വലിയ കുറ്റം എന്നൊക്കെ പറഞ്ഞ് തരം തിരിക്കാൻ പറ്റില്ലെങ്കിലും കുറ്റം എന്ന് പറഞ്ഞാൽ എല്ലാം കുറ്റം തന്നെയാണെങ്കിലും കുറച്ച് സമയം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരിക. ആ സമയം കൊണ്ട് തന്നെ നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എത്രമാത്രം ആൾക്കാരെ പരിചയപ്പെടാൻ സാധിക്കുന്നു, എന്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, സ്വയം ചിന്തിക്കാനും വിശകലനം ചെയ്യാനും സാധിക്കുന്നു, ചെയ്ത തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കാൻ സാധിക്കുന്നു. തെറ്റ് ചെയ്തിട്ടുള്ളവർ അഥവാ തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ എങ്ങനെയാണ് ഇതിൽ നിന്ന്, ഒരു നിരപരാധിയായ ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആകുക എന്നുള്ള ചിന്ത വരുന്നു. എത്രയോ ആൾക്കാരുണ്ട് ഈ ഭൂലോകത്ത്, 100, 1000 കോടിക്കണക്കിന് ആൾക്കാർ ഭൂലോകത്തുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം എല്ലാം കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ചിലർ മാത്രം വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ പറ്റിയ ഒരു സമയമായിട്ട് ഇതിനെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. പുസ്തകങ്ങൾ വായിക്കാം, നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, സുഹൃത്തുക്കളെ ഉണ്ടാക്കാം. ജയിലിപ്പോൾ സംശുദ്ധീകരണ കേന്ദ്രമാണ്. നിങ്ങളെയൊക്കെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ സ്വയം ശുദ്ധീകരിക്കാൻ ഉതകുന്ന ഒരു കേന്ദ്രങ്ങളായാണ് ജയിലിനെ കാണുന്നത്. അശുദ്ധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിക്കളയുക. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അശുദ്ധി നമ്മൾ കുളിച്ചാൽ കുറേയൊക്കെ പോവും. അന്തരീക്ഷം വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചവറെടുത്ത് കത്തിക്കുക, നശിപ്പിക്കുക, വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലിരിക്കുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ രോഗാണുക്കൾ കീഴ്പ്പെടുത്തുകയില്ല. പക്ഷേ മനസ്സ് എങ്ങനെ നമ്മൾ ശുദ്ധിയാക്കും? കാരണം ശരീരത്തിൽ നമുക്ക് വരാവുന്ന അണുക്കൾ അതിനേക്കാളും ഒക്കെ ഭയങ്കരമാണ് മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന അണുക്കൾ. കാശുണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത, എങ്ങനെയാണ് ഏറ്റവും പെട്ടെന്ന് പൈസ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക, കാശിനോടുള്ള ആസക്തി, മദ്യത്തിനോടും മയക്കുമരുന്നിനോടുമുള്ള ഒരു ആസക്തി, ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ചില വിഷയങ്ങളിൽ അതീവ അമിതമായിട്ടുള്ള ഒരു കുറ്റവാസന കാണിക്കുക, മറ്റുള്ളവരുടെ മുതലിൽ ഒരു കണ്ണ് നടുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന അണുക്കളാണ്, മനസ്സിനെ നശിപ്പിക്കുന്ന അണുക്കളാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും KM മാണിയെ വഴിയാധാരമാക്കിയതിൽ ജോർജ് ചായന് നല്ല വിഷമമുണ്ട്. ഒരു കാലത്ത് ചക്കരയും ഈച്ചയും പോലും ഇരുന്നിട്ട് പിന്നീട് തല്ലിപ്പിരിഞ്ഞുവെങ്കിലും മാണി സാറിനെ ഇങ്ങനെയിട്ട് വട്ട് തട്ടുന്നത് ജോർജ് ചായന് സഹിക്കുന്നില്ല. എനിക്ക് വളരെ ദുഃഖത്തോട് പറയേണ്ട ഒരു കാര്യം, 50 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യവും ആയി നിൽക്കുന്ന ബഹുമാനപ്പെട്ട KM മാണിയെ കേരള രാഷ്ട്രീയത്തിൽ ഒരു അഭയാർത്ഥിയാക്കി മാറ്റിയ കോൺഗ്രസിൻ്റെയും MA ഹസൻ്റെയും പ്രവർത്തനങ്ങളിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. അല്ല ചായോ, മാണി സാറിന് ശരിക്കും എന്താ കുഴപ്പം? ബഹുമാനപ്പെട്ട KM മാണിക്കൊരു കുഴപ്പം, അങ്ങനെ പറയുന്നത് മലപ്പുറം തിരഞ്ഞെടുപ്പിൽ ലീഗും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചേർന്നുള്ള വലിയ വിജയമാണെന്നാണ് പറയുന്നത്. അത് പണ്ടൊരു അണ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഈ അണ്ണൻ ആനയുടെ മസ്തകത്തെ കയറി ഇരുന്നിട്ട് വാലുകൊണ്ട് ചെവിയിലിങ്ങനെ കൊണ്ടു, ആനയെ അറിയുന്നില്ല, ചെവിക്കകത്ത അണ്ണാൻ്റെ വാലുകൊണ്ടാണ് എണ്ണ അറിയാനാണ്. എന്നിട്ട് അണ്ണൻ പറയുക, ആനമ്മേ നോവുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതുപോലെ ഒരു ചോദ്യമായിട്ട് മാണിയുടെ ആ കൂട്ടത്തെ കാണാൻ കഴിയും.
അല്ല, കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? എന്താ അച്ഛൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ജനപക്ഷം അതൊരു സംഘടനയാണ്, രാഷ്ട്രീയ പാർട്ടിയല്ല. അതൊരു സാംസ്കാരിക സംഘടനയാണ്. ഒരു മാസത്തിനകം കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും കേരള ജനപക്ഷത്തിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റികൾ ഉണ്ടാവും. അല്ല, ഇതൊരു വലിയ സംഭവമായിരിക്കും അല്ലേ? ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ യോജിച്ചു പോകാൻ കഴിയുന്ന കക്ഷികളുമായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു 4ാം മുന്നണിക്ക് രൂപം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ 4ാം മുന്നണി കേരളത്തിലെ നിർണായക ശക്തിയായി മാറാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ഈ 4ാം മുന്നണി ഒരു നിർണായക ഘടകമായിരിക്കും. ഈ മലപ്പുറത്തെ BJPക്ക് എന്താ ശരിക്കും സംഭവിച്ചത്? മലപ്പുറത്ത് ഏറ്റവും വലിയ പരാജയം ഉണ്ടായത്, മലപ്പുറം ഇലക്ഷനിലെ പരാജയം എന്ന് പറയുന്നത് BJPയുടേതാണ്. BJPയുടെ പരാജയമാണ് ഏറ്റവും വലുത്, യാതൊരു സംശയം വേണ്ട. കുമ്മനത്തെപ്പോലൊരു മാന്യനായ വ്യക്തി വീണടത്ത് കിടന്ന് ഉരുണ്ട് ഇനിയും ശരീരത്തിൽ ചെളി പറ്റിക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ. ഓക്കെ, കുമ്മനത്തിനെ തൽക്കാലം വിടാം. മാണി സാറിലേക്ക് വരാം. മാണി സാറിന് എന്ത് ചെയ്യും? പുള്ളിക്ക് വല്ല സ്കോപ്പും ഉണ്ടോ? ഇനി അദ്ദേഹത്തിനൊരു ബാല്യമില്ലല്ലോ. പിന്നെ അദ്ദേഹം മകനെ പിന്നെ ആർക്കും വേണ്ട. ഈ കെട്ടാച്ചരക്കെന്ന് പറഞ്ഞു പോലില്ലേ, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? മാണിക്ക് ശരിക്കും UDFൽ കണ്ണുണ്ടോ? അതായത് തിരിച്ചു വന്നാൽ കൊള്ളാവുന്നുണ്ടോ? അതോ അസൂയാലുക്കൾ പറയുന്നതാണോ? എന്താ സംശയം? അതായത് മാണിയുടെ പ്ലാൻ ഇരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ, വിജിലൻസ് കേസിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് ഇടതുപക്ഷം ആയിട്ട് ചർച്ച. ഇടതുപക്ഷം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇടതുപക്ഷ നേതാക്കന്മാരായിട്ട് മാണി നടത്തിയ ചർച്ചയൊക്കെ അറിയാം. കാരണം മാണിക്ക് കാലാവസ്ഥ അനുകൂലമല്ലല്ലോ. കാരണം ഇനി 87 വയസ്സായി. അദ്ദേഹത്തിന് ഇനിയൊരു നിയമസഭാ ഇലക്ഷൻ മത്സരിക്കുക എന്ന് പറയുന്നതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിലായ സാഹചര്യമാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് മകനെ എവിടെയെങ്കിലും ആക്കിയേ പോകാൻ കഴിയും. മകനെ ഞാൻ പറഞ്ഞ പോലെ കെട്ടാച്ചെറുക്ക് ആർക്കും വേണ്ടതാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും BJPയുടെ അടുത്ത് കൂടി മാണി എവിടെയെങ്കിലും ചെറുക്കനെ കയറ്റാൻ നോക്കി. അവർ പറഞ്ഞ് അങ്ങോട്ട് വേണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ എന്താ മാണിക്ക് മുന്നിലൊരു മാർഗം? ഇപ്പോൾ ആകെ ഒരു ഒറ്റ മാർഗമുള്ളൂ മാണിക്ക്. മാണിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പം ജോസഫിനൊരു അപകടമുണ്ട്. ജോസഫിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ ജോസഫ് ഗ്രൂപ്പുകാർ പോലും സത്യസന്ധമായി ചിന്തിച്ചാൽ നമ്മുടെ കേരള കോൺഗ്രസ് ഫ്രായോടൊപ്പം പോയി. ഫ്രാ തീർന്നും പോയി. ആ പ്രവർത്തകർ മുഴുവൻ മിഴുക്കസിയ നോക്കിയിരിക്കുക, വായിൽ വെള്ളമൊഴിച്ച് ആകാശത്ത് നോക്കിയിരിക്കുന്ന ഗതിയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാണിയുടെ ആളുകളായിരിക്കും എല്ലായിടത്തും വരിക. ഒരു 10-30 നിയോജകമണ്ഡലത്തിൽ ഈ സാധനം ഉള്ള ആകെ. അപ്പോൾ ആ 10-30 നിയോജകം കൊണ്ട് അവർ നിൽക്കും. ഒരു ഇലക്ഷൻ നിഷ്പക്ഷമായി നടന്നാൽ പോലും മാണി പറയുന്നയാൾ ചെയർമാനാവും. പിന്നെ ഏക മാർഗം ജോസഫിന് എന്താണ്? അടുപ്പടി ജീവിക്കാമെന്ന്. അതിന് ജോസഫിന് കഴിയുമോ? അവിടെയാണ് പ്രശ്നം. മാണിയുടെ മകൻ ചെയർമാനാകുന്ന ഒരു പാർട്ടിയിൽ PJ ജോസഫിന് നിൽക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. PJയുടെ മകനെ യൂത്ത് കൊണ്ട് പ്രസിഡന്റ് ആക്കാമെന്നൊക്കെ മാണി അന്ന് പറഞ്ഞു. ഇപ്പം മാണി അതിനും തയ്യാറില്ല. അതുകൊണ്ട് ജോസഫിന് വലിയ ദുഃഖമുണ്ടാവും. ജോസഫിനോടൊക്കെ ഇപ്പം നിൽക്കുന്നവർ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് നിലപാട് സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. പിന്നെ ഈ ഹസൻ ക്ഷണിക്കുന്നതും ഉമ്മൻചാണ്ടി വിളിക്കുന്നതും ഒക്കെ എന്തിനാ? മാണിയായിട്ട് ചാകാറായി കിടക്കുന്ന മാണി ഇങ്ങനെ ഒന്ന് തോണ്ടും. ആരെ? ഹസൻ. അങ്ങനെ മാണി ഒന്ന് പോകും. അപ്പോഴത്തേന് PT തോമസ് ഒരടി കൊടുക്കും. ഇങ്ങനെ അത് കഴിയുമ്പം ഉമ്മൻചാണ്ടി ഒന്ന് പൊക്കും, ഒന്നേരം തല പൊക്കും. അപ്പോഴത്തേക്ക് വാഴയ്ക്കം കൊടുക്കും. ഇങ്ങനെ മാണിയായിട്ട് കളിപ്പിക്കുകയല്ലേ. ഇത് നിർത്താൻ സമയം കഴിയും. അല്ല, ജോർജ് അച്ചായൻ്റെ 4ാം മുന്നണിയിൽ ആരൊക്കെയാ? എങ്ങനെയാ പോക്ക്? ഞാൻ നേരെ നോക്കും. ഈ കുതിര പോകുന്നവരാണ് ഇങ്ങനെ നേരെ ഒരു സ്ഥലത്തോട് നോക്കല. എൻ്റെ കൂട്ടത്തുള്ളവരോട് ഞാൻ ഇങ്ങനെ അങ്ങ് പോവാണ്. ഓരോരുത്തരോട് ഒരു സ്നേഹവും ഇല്ല, പിണക്കും നോക്കല. അത് പുള്ളി വയസ്സായ കാലത്ത് പറയുന്നത് ഞാൻ പറയുന്നത് തുല്യമാണ്. പാവം. അപ്പോൾ ഈ അവസാന വഴി എന്ന നിലയ്ക്ക് മാണി സാറിന് അവസാന രക്ഷ എന്ന നിലയ്ക്ക് വല്ല പിടിവള്ളി ഉണ്ടോ? അങ്ങനെ എന്തൊക്കെ പറയട്ടെ, നിങ്ങൾ ഈ അദ്ദേഹത്തെ പറഞ്ഞ് അപമാനിക്കരുത് കേട്ടോ. പാവം. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഇനി ഏറ്റവും മാന്യമാണ്. മാന്യമായ കാര്യം അദ്ദേഹം കേരളത്തിൽ കോട്ടയത്തിൻ്റെ പത്രസമ്മേളനം വിളിക്കണം. കാരണം കോട്ടയം പത്രക്കാരാണല്ലോ അദ്ദേഹത്തെ രക്ഷിച്ചിട്ടുള്ളത്. ആ പത്രക്കാരനെ മുന്നോട്ട് പുള്ളി പറയണം, ഞാൻ കേരള കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുന്നു. മോഹൻലാലിനെ കണ്ടാൽ ചോട്ടാ ഭീമനെ പോലെയാണ് ഇരിക്കുന്നത് എന്നും പിന്നെ എങ്ങനെയാണ് ഭീമനെ അവതരിപ്പിക്കുക എന്നുമുള്ള KRK എന്ന ഉച്ചപ്പടത്തിൽ അഭിനയിക്കുന്ന ഒരുത്തൻ്റെ ട്വീറ്റും
അവൻ്റെ 3 തലമുറയ്ക്ക് മുമ്പ് വരെയുള്ള പിതാക്കന്മാർ നാട്ടുകാരാൽ സ്മരിക്കപ്പെട്ടതും അറിഞ്ഞു കാണുമല്ലോ. ഇവനെതിരെ മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും എന്നു വേണ്ട സകലരും ഒരുമിച്ചായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത്. എന്തിന്? തമിഴ്നാട്ടിൽ നിന്ന് പോലും ആള് വന്നു. മറ്റുള്ളവരെ വിമർശിച്ച് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക എന്നതാണ് ഈ മൂന്നാംകിട സിനിമാക്കാരൻ്റെ ശൈലി. ഇനി മോഹൻലാലിനെ വിമർശിച്ച ഇവന്റെ ചില അഭിനയ മുഹൂർത്തങ്ങൾ കൂടി കാണാം.